ഹായ് നമസ്കാരം. RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ ജന്തർ മന്ദറിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അക്ഷരാർത്ഥത്തിൽ ഒരു ഹിറ്റ് ലിസ്റ്റ് എന്ന രൂപത്തിൽ ഒരു പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട്. ജന്തർ മന്ദറിലെ പ്രക്ഷോഭത്തിൽ ഭാഗവാക്കായ എന്നാൽ RSS ഇൻവേർട്ടർ കോമ കുഴപ്പക്കാർ, അപകടകാരികൾ എന്ന് കരുതുന്ന വ്യക്തികളുടെ ഒരു പട്ടികയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ 3ാം സ്ഥാനമാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ചില സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് ഒരു അംഗീകാരമായി, ഒരു ബാഡ്ജായിട്ട് ഞാൻ കാണുന്നു എന്ന്. ജന്തർ മന്ദറിലെ പ്രക്ഷോഭം ആരംഭിച്ചത് മുതൽ ആ പ്രക്ഷോഭത്തെ അവഹേളിക്കാനും ദേശവിരുദ്ധമായി ചിത്രീകരിക്കാനും RSSും RSSനെ പിന്തുണയ്ക്കുന്ന ഗോദി മീഡിയയും കിണഞ്ഞു പരിശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് കടഞ്ഞെടുത്ത ഒരു ഹിറ്റ് ലിസ്റ്റ് അവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എനിക്ക് അത് കണ്ടപ്പോൾ തമാശയാണ് തോന്നിയത്. ഒരു നൈസർഗികമായ നല്ലൊരു ഉദ്ദേശശുദ്ധിയോടെ ആരംഭിച്ച ഒരു പ്രക്ഷോഭത്തെ ഈ രൂപത്തിലാണോ സർക്കാരിനെ നയിക്കുന്ന RSSും കാണേണ്ടത്? ഈ പ്രക്ഷോഭത്തിന്റെ വഴിത്താരയിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചതിന് ശേഷം, ആ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ പ്രക്ഷോഭം ആരംഭിച്ച ശേഷം ആ പ്രക്ഷോഭത്തിൽ ഒട്ടേറെ സംഘടനകൾ അണിചേർന്നു. വിദ്യാർത്ഥി സംഘടനകളുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ SFIയും ICയും AISF ഒക്കെ ആ സമരത്തിന്റെ ഭാഗമാണ്. പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി. പാർലമെന്റ് സ്തംഭിച്ചു. അപ്പോഴൊക്കെ ഏതാനും വ്യക്തികളെ അവഹേളിക്കാനും രാജ്യദ്രോഹികളായി മുദ്രകുത്താനുമാണ് RSSും RSSനെ പിന്തുണയ്ക്കുന്ന ഈ പറയുന്ന ഗോദി മീഡിയ, ഞാൻ അതിനെ ഗോദി മീഡിയ എന്നല്ല വിളിക്കുക, മോഡിയ എന്ന് വിളിക്കുക. ഈ മാറ്റി ഓ വച്ചിട്ടുള്ളതാണ് ഇപ്പോൾ മോഡിയ. നമ്മുടെ ചില പ്രധാനപ്പെട്ട മീഡിയയൊക്കെ ഒരിടയ്ക്ക് ചൈനയാണ് ഈ പ്രക്ഷോഭത്തിന് പിന്നിലെന്ന് ഗോദി മീഡിയക്കാർ സ്ഥാപിക്കാൻ ശ്രമിച്ചു. വളരെ അത്ഭുതകരമെന്നോണം CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ചൈനീസ് അംബാസിഡറെ കണ്ടതും പിന്നീട് ജന്തർ മന്ദറിൽ പ്രക്ഷോഭത്തിന്റെ ഭാഗവാക്കായതും തമ്മിൽ ബന്ധിപ്പിച്ച് ഇതാ ചൈനീസ് ഗൂഢാലോചന. ചില മാധ്യമപ്രവർത്തകർ ശ്രീ MA ബേബി അങ്ങ് വേട്ടയാടി. എന്തൊരു പരിഹാസ്യമായിട്ടുള്ള പരിപാടികളാണ് ഇവർ നടത്തിയത്. What are your China links? Sir, tell us what are your China links, sir? How does that make sense that you go to the CJP protest first and then you go to the Chinese embassy for an event? അപ്പൊ ഞാൻ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു. യഥാർത്ഥത്തിൽ ചൈനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇറക്കുമതി നൽകി ചൈനീസ് സമ്പദ്ഘടനയെ പരിപോഷിപ്പിക്കുന്ന ഈ മോഡി സർക്കാരല്ലേ ഏറ്റവും വലിയ ചൈന പക്ഷ സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലെ എന്നുള്ളത്. മാത്രമല്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് BJPക്ക് ഉഭയകക്ഷി ബന്ധമുണ്ട്. അതൊക്കെ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. അത് കേവലം ജന്തർ മന്ദറിൽ മാത്രം ഒതുങ്ങിയില്ല, രാജ്യമെമ്പാടും അത് അലയടിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ യുവാക്കളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന വിഷമം, രോഷം, ദുഃഖം ഇതൊക്കെ അണപൊട്ടി ഒഴുകി. കിരാതമായിട്ടുള്ള മർദ്ദനമുറകൾ, അടിച്ചമർത്തൽ, ഒരിക്കലും പോലീസ് ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധങ്ങൾ ഒക്കെ ഈ BJP പറയുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ജനാധിപത്യത്തിന്റെ മാതാവായ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലെ രാജവീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു. ഇതൊന്നും കൂടാതെയാണ് ഇപ്പോൾ വ്യക്തികളെ തെരഞ്ഞുപിടിച്ച്, ആ പട്ടികയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എനിക്കൊരു വിഷമം തോന്നുന്നതെന്ന് വെച്ചാൽ അരുന്ധതി റോയിയെ പോലുള്ള, അല്ലെങ്കിൽ പ്രശാന്ത് ഭൂഷണെ പോലുള്ള, യോഗേന്ദ്ര യാദവിനെ പോലുള്ള, എൻ്റെ പാർലമെന്റിലെ സഹപ്രവർത്തകൻ സഞ്ജയ് സിംഗിനെ പോലുള്ള ഒട്ടേറെ വ്യക്തികളൊക്കെ എന്നെക്കാളും താഴെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് അത്രയൊരു മഹിമ RSS തരേണ്ടിയിരുന്നോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. വൈകിയ വേളയിലെങ്കിലും ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ജനകീയ പ്രക്ഷോഭത്തിന്റെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നുവെന്നും അതിനോട് എങ്ങനെയാണ് പ്രതിക്രിയ നടത്തേണ്ടതെന്നും RSS പഠിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ നടക്കുന്ന കൊലവിളി കണ്ടല്ലോ. അതായത് സമരത്തിൽ ഭാഗവാക്കാകുന്ന പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണം, അവരെ വെടിവെച്ചു കൊല്ലണം. ഇതൊക്കെയാണല്ലോ ഇപ്പോൾ RSSന്റെ
വളരെ സജീവമായ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ. ഒരൊറ്റ കാര്യം എനിക്ക് ഇവരോട് പറയാനുള്ളൂ. നമ്മൾ പൊതുരംഗത്ത് നിൽക്കുന്നത് RSSന്റെയോ RSSന് കുഴലൂതുന്ന ഏതെങ്കിലും ഗോദി മീഡിയയുടെ പരിലാളനയോ പ്രോത്സാഹനമോ പ്രതീക്ഷിച്ചല്ല. ജനപക്ഷത്താണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ നിലയുറപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അതിനുവേണ്ടി പ്രക്ഷോഭം നടത്താനുമാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾ സമർപ്പിതരാണ്. അക്കാര്യത്തിൽ പ്രത്യേകിച്ച് ആരുടെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ടതില്ല. നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഹിറ്റ് ലിസ്റ്റിൽ വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സമരമുഖത്ത് നിന്ന് പിന്തിരിയുമെന്നുള്ള ഒരു വ്യാമോഹവും നിങ്ങൾക്ക് വേണ്ട. മാത്രമല്ല, നിങ്ങൾ നൽകുന്ന ഈ ഭീഷണി, നിങ്ങൾ തയ്യാറാക്കുന്ന ഹിറ്റ് ലിസ്റ്റൊക്കെ ഒരു അംഗീകാരത്തിൻ്റെ ബാഡ്ജായി നെഞ്ചിൽ കുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.